എന്നറിയൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ കടന്നു വരണം. ഇന്ന് നമുക്ക് ഖുർആനില്ലല്ലോ, ഖുർആൻ ഓതാൻ സമയമില്ല. ഖതമുകൾ തീർക്കുന്ന എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? സ്വയം ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു ഖുർആൻ ഓതി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നരകം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു നമുക്ക് ഇറക്കി തന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ രണ്ടാമത്തെ അധ്യായമാണല്ലോ സൂറത്തുൽ ബഖറ. അതിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുകയാ, അലിഫ് ലാം മീം. അല്ലാഹു പറയാ, മനുഷ്യ മാനവാ മോനെ, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ടടാ, അതിനെക്കുറിച്ച് അറിയുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു സമർത്ഥിച്ചു വെക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ദാലികൽ കിതാബു ലാ റൈബ ഫീ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കലാമാ, അല്ലാഹുവിന്റെ സംസാരമാ, അല്ലാഹുവിന്റെ താക്കീതാ. അല്ലാഹു ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മനുഷ്യ, ഖുർആനിനെ കുറിച്ച് നീ ചിന്തിക്കണേ എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാ. എന്നിട്ട് പറയുന്നു, 114 അധ്യായങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലാഹു അവതരിപ്പിച്ചത്? ഹുദൽ മുത്തഖീൻ. തഖ്വയുള്ള മനുഷ്യനുണ്ടല്ലോ, അവന് സന്മാർഗമായിട്ടാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാ. എന്നിട്ട് നോക്കേ, ആരാ തഖ്വയുള്ള മനുഷ്യൻ? പ്രിയപ്പെട്ടവരെ, തഖ്വയുള്ളവർക്ക് സന്മാർഗമാണ് ഖുർആൻ. ആരാണ് തഖ്വയുള്ള മനുഷ്യൻ എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. മറഞ്ഞതായ കാര്യങ്ങളെ കുറിച്ച് വിശ്വസിച്ചവനാണ്, നരകമുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചവനാ. ഇനി എത്ര എക്സ് മുസ്ലിം എന്ന് നരകമില്ലെന്ന് പറഞ്ഞാൽ, ആരിഫ് ഹുസൈനെ പോലെ എക്സ് മുസ്ലിമീങ്ങൾ വന്നിട്ട് പറയാ നരകമില്ല എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസത്തോടു പറയണം, മോനെ നരകമുണ്ടടാ. അല്ലാഹു തയ്യാറാക്കിയ വിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹു തയ്യാറാക്കിയ വേദനയുള്ള ലോകമാണ് നരകമെന്ന് ഉറക്കെ പറയണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അപ്പൊ നരകത്തെ കുറിച്ച് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് ഖുർആൻ നമുക്ക് സന്മാർഗമാകുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ആരാണ് സന്മാർഗി? നിസ്കാരം നിലനിർത്തുന്നവനാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ. അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവനാ, അല്ലാഹുവിന് വേണ്ടി അവന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവനാ തഖ്വയുള്ള മനുഷ്യൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഖുർആൻ പറഞ്ഞു, നരകത്തെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല, മുഅ്മിനാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. നരകമുണ്ടോ? ഇനിയാണോ നരകത്തെ അല്ലാഹു സൃഷ്ടിക്കുന്നത്? അതിനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മറുപടി പറയുകയാണ്. നരകമുണ്ടോ എന്ന് ചോദിക്കുന്നവനോട് ഉറക്കെ വിളിച്ചു പറയണേ ഉപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വത്തഖുന്നാറല്ലതീ വഇദ്ദതു ലിൽ കാഫിരീൻ. കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാ നരകമെന്ന് പറയുന്നത്. എടാ നിസ്കരിക്കടാ എന്ന് പറയുമ്പോ ഞാൻ നിസ്കരിക്കില്ലെന്ന് പറയുന്ന സത്യനിഷേധികളായ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് നരകമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സക്കാത്ത് കൊടുക്കണേ, അല്ലാഹു തന്ന സമ്പാദ്യത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണേ, പള്ളിക്ക് വേണ്ടി ചെലവഴിക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനെ മറന്നുപോയ ഉപ്പാ. വ്യഭിചരിക്കല്ലേ മനുഷ്യ, ഹറാമായ പെണ്ണുമായി സംസാരിക്കല്ലേ മനുഷ്യ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് പ്രവാസ ജീവിതത്തിലാകുമ്പോ അന്യപുരുഷനുമായി ഹറാമിൽ ഏർപ്പെടരുതേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹുവിനെ മറന്നുപോയവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് നരകമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. സത്യനിഷേധികൾക്ക് വേണ്ടി അല്ലാഹു നരകത്തെ തയ്യാറാക്കിയിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധമായ ഖുർആൻ ഓതിയവർക്കറിയാം അല്ലാഹു എത്ര വ്യക്തമായിട്ടാണ് നരകത്തെ കുറിച്ച് പറയുന്നത്. നരകത്തിന് അല്ലാഹു ധാരാളം പേരുകൾ പറയുന്നുണ്ട്. പഠിച്ചു വെച്ച പ്രിയപ്പെട്ടവരെ, അവസാനം ഞാൻ ഈ സദസ്സിനോട് ചോദിക്കും, എത്ര പേരുകൾ നമ്മൾ നരകത്തെ കുറിച്ച് പറഞ്ഞു എന്ന്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നരകത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ആദ്യമായി പറഞ്ഞ പേരെന്താ? അല്ലാഹുവേ, ഒരു ആയത്താണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദാ. അല്ലാഹ്, വല്ലാത്ത കടുപ്പമാണുപ്പാ നരകമെന്ന് പറഞ്ഞാൽ, വല്ലാത്ത കടുപ്പമാ. നാളെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അല്ലാഹുവേ, ആ നരകത്തിന്റെ മുന്നിൽ അല്ലാഹു നമ്മളെ കൊണ്ട് നിർത്തുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാ, ആ നരകത്തിന്റെ പേരാണ് ജഹന്നം എന്ന് പറയുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ ജഹന്നം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവേ, അന്ധകാര നിബിഡമായ കൂരിട്ടുള്ള നരകമാണ് ജഹന്നം എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഒരാളെയും തിരിച്ചറിയാൻ കഴിയില്ല, കണ്ണുകൊണ്ട് ഒരാളെയും കാണാൻ കഴിയില്ല. വേദനയുടെ ലോകമാ ഉപ്പാ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അപ്പൊ നരകത്തിന്റെ ഒന്നാമത്തെ പേര് ജഹന്നം എന്ന. ആരെയാ ഈ ജഹന്നമിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത്? അന്ധകാര നിബിഡമായ ജഹന്നമിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത് ആരെയാ? അല്ലാഹുവിന്റെ ഖുർആൻ അതിനും മറുപടി പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലദീനഹും ഫീ ഖൗദിൻ യൽഅബൂൻ. നിസ്സാരമായി കളിച്ചു നടക്കുന്നവനെയാ. അല്ലാഹുവിനെ ഓർക്കാതെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻമാർ വിളിക്കുകയാ, ഹയ്യ അലസ്സലാ. മോനെ, നിസ്കരിക്കാൻ പാടാ, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ പാടാ, ഞാൻ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, യുവ സമൂഹമേ, നിന്നെ നാളെ അല്ലാഹു ജഹന്നമിലേക്ക് വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ. അല്ലാഹുവേ, ജഹന്നമിലേക്ക് വലിച്ചെറിയുന്നത് അല്ലാഹുവിന്റെ താക്കീതുകളെ നിസ്സാരമായി കണ്ടവനെയാ. അല്ലാഹു നമ്മളെ ജഹന്നമിൽ നിന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ പേരെന്താ? എന്താ ഒന്നാമത്തെ പേര്? ജഹന്നം. അല്ലാഹുവേ, വീണ്ടും അല്ലാഹു നരകത്തെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു പറഞ്ഞ നരകത്തിന്റെ രണ്ടാമത്തെ പേരാണ് ലളാ. രണ്ടാമത് അല്ലാഹു നരകത്തെ കുറിച്ച് പറയുകയാണ്. നരകമെന്ന് പറഞ്ഞാൽ ലളാ എന്ന. എന്താ ലളാ? അല്ലാഹു തന്നെ പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ. അല്ലാഹുവിന് ലള എന്ന് പറയുന്ന നരകമുണ്ട്. ആ ലളയിലേക്ക് ഒരു വിഭാഗം ആളുകൾ അല്ലാഹു തയ്യാറാക്കിയിരിക്കുകയാ. എന്താ പ്രിയപ്പെട്ടവരെ ലള എന്ന് പറഞ്ഞാൽ? അല്ലാഹു വിശദീകരിക്കുകയാ, നസ്സാഅത്തൽ ലിശ്ശവാ. അല്ലാഹുവേ, വല്ലാത്ത അദാബ. നസ്സാഅത്തൽ ലിശ്ശവാ. അല്ലാഹുവേ, മനുഷ്യന്റെ തൊലിയുണ്ടല്ലോ, അത് ഉരിഞ്ഞു പോകുന്ന, ആ തൊലി ഉരിഞ്ഞു പോകുന്ന ശിക്ഷയാണ് ലള എന്ന് പറയുന്നത്. അല്ലാഹു ഉപയോഗിച്ച പദം നിശ്ശവ. ശവ എന്ന പദം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കേട്ടവരാണ്. ഷവായി, ഷവായി ചിക്കൻ എന്ന് പറയുമല്ലോ, നൽഫം, ഷവായി, മന്തി, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ അല്ലാഹു നേരത്തെ പറഞ്ഞു ഷവാ, നസ്സാഅത്തൽ ലിശ്ശവാ. കോഴി കറങ്ങുന്നത് പോലെ അല്ലാഹു നാളെ മനുഷ്യരെ കറക്കുമെന്ന്. അല്ലാഹുവേ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളെ അല്ലാഹു നരകത്തിലിട്ട് കറക്കുകയാണ്. മലക്കുകൾ വല്ലാതെ ശിക്ഷ നൽകുന്ന ഒരു നരകീയ ലോകമാണ് ലള എന്ന് പറയുന്നത്. ആരെയാ അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വലിച്ചെറിയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഉമ്മാ തദൂമൻ അദ്ബറ വതവല്ലാ. സത്യമായ കാര്യങ്ങൾ നിന്നോട് പറയുമ്പോൾ ഈ കല്ലകുടയിലുണ്ടല്ലോ, ഇന്ന് മതപ്രഭാഷണം വെച്ചല്ലോ, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞ സദസ്സല്ലേ, കുഞ്ഞുമക്കൾ നടത്തുന്ന സദസ്സല്ലേ, പണ്ഡിതന്മാര് പങ്കെടുക്കുന്ന സദസ്സല്ലേ, എന്നിട്ടും ഈ മഹനീയമായ സദസ്സിൽ വരാതെ ഹറാമിന്റെ മേഖലയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെയാണ് അല്ലാഹു നാളെ ലള എന്ന് പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. മോനെ, കള്ളുകുടിക്കല്ലടാ, എംഡിഎംഎക്ക് അടിമപ്പെടല്ലേടാ എന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുമ്പോ എനിക്ക് ആ ദീൻ വേണ്ട, അല്ലാഹുവിന്റെ ഖുർആൻ വേണ്ട, ഇമാമിന്റെ വർത്തമാനം വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യ, മോനെ, നിന്നെ ആ ലളയിലേക്ക് വലിച്ചെറിയുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് ലളയിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, എന്നിട്ട് അതിലേക്ക് വീണ്ടും വലിച്ചെറിയുന്നത് ആരെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, വജമഅ ഫഅവാ.
ഗല്ലകുടയിലെ മദ്രസയിലേക്ക് ഒരു ബെഞ്ച് വാങ്ങിച്ചു കൊടുക്കാൻ പള്ളിയിലെ ഉസ്താദ് പറയുമ്പോ നിനക്ക് ആവശ്യമായ സമ്പാദ്യമുണ്ടല്ലോ, അള്ളാഹു തന്ന സമ്പാദ്യമുണ്ടല്ലോ, പ്രിയപ്പെട്ട ഉമ്മമാരെ നിനക്ക് ഒരുപാട് സ്വർണ്ണാഭരണമുണ്ടല്ലോ, എന്നിട്ട് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കുന്ന പള്ളിക്ക് വേണ്ടി നിന്നോട് ചോദിച്ചിട്ട് നീ പിശുക്കത്തരം കാണിച്ചാ അള്ളാഹുവേ നിന്നെ നാളെ ശവായിയായി അള്ളാഹുവിന്റെ ലവയിലേക്ക് വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചില ഉസ്താദുമാര് കോളേജിന്റെ പിരിവിന് വേണ്ടി വരും, കോളേജിന്റെ പിരിവിന് വേണ്ടി ചില ഉസ്താദുമാര് ചെല്ലും. പ്രിയപ്പെട്ടവരെ, ചില ആളുകളുടെ വർത്തമാനം കേൾക്കുമ്പോ വല്ലാത്ത വേദനയുണ്ടാകും. അനുഭവസ്ഥന ഞാൻ മുമ്പ് സേവനം ചെയ്തിരുന്ന പള്ളിയിൽ 20 മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിനും ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടിയും പലരെയും കാണാൻ പോയി. അവര് പറഞ്ഞ വർത്തമാനങ്ങൾ ഹൃദയത്തിൽ കൊള്ളുന്ന വർത്തമാന. എനിക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാർക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് വീട് വെക്കാനോ അല്ല, അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ മോശമായ വർത്തമാനങ്ങൾ പറയല്ലേ ഉപ്പ. അള്ള വെറുതെ വിടില്ല, അള്ള വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ സഹായിക്കണം. അതൊരു 10 രൂപയാണെങ്കിലും ബിസ്മില്ലാ. നീ അതിലെന്തെല്ലാം കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിലും നീ യതീമക്കളുടെ പേര് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി രാജ്യമായി സമ്പാദ്യം അത് കൈക്കലാക്കിയാൽ അവരും അള്ളാഹു തമ്മി ആകുമല്ലോ. നമ്മൾ അതിൽ ഇടപെടണ്ടല്ലോ. അള്ളാഹുവിലേക്ക് തവക്കലാക്കുക, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സമ്പാദ്യം നല്ലതിന് വേണ്ടി ചെലവഴിക്കണം. പരിശുദ്ധമായ റമളാനൊക്കെ വരുന്നത്, നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മളിൽ നിന്നും ഒന്നും കുറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വർദ്ധിപ്പിച്ചു തരത്തേ ഉള്ളൂ. കോരുന്ന കിണറ്റിലെ വെള്ളമുള്ളൂ. അങ്ങനെയല്ലേ പരമക്കാർ പറയുന്നത്? നമ്മൾ എത്രത്തോളം വെള്ളം കോരുന്നോ അത്രത്തോളം വെള്ളം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കൊടുക്കുന്ന കയ്യിലെ അള്ളാഹു സമ്പാദ്യം തരികയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നരകത്തിന്റെ 2 പേര് നമ്മൾ പറഞ്ഞു. ഒന്ന് ജഹന്നം, രണ്ടാമത്തത് ലളയാണ്. അള്ളാഹുവേ, വീണ്ടും അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലെ നരകത്തെ കുറിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ജഹീമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തുകയാ. നരകത്തിന്റെ ഒരു ഭാഗത്തെ അള്ളാഹു ജഹീമെന്ന് പരിചയപ്പെടുത്തുകയാ. അള്ളാഹുവേ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ജഹീം എന്ന് പറഞ്ഞ നരകമുണ്ട്. അതിലേക്ക് അള്ളാഹു പാപിയായ മനുഷ്യനെ വലിച്ചെറിയുകയാ. ആ ജഹീമിനെ കാണുമ്പോൾ അള്ളാഹുവേ ചില ആളുകൾ പറയുകയാണ്, വലം അദ്രിമാ ഹിസാബി. ഈ ജഹീമിനെ അള്ളാഹു കൊണ്ടുവരുമ്പോ ചില ആളുകൾ പറയുമത്ര, ദുനിയാവിൽ വെച്ച് എന്റെ കണക്കെന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹുവേ ഞാൻ ചെയ്ത അപരാധങ്ങൾക്ക് ഇത്ര വലിയ ശിക്ഷയാണ് എനിക്കുള്ളതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ആ മനുഷ്യൻ പറയാ, വലം അദ്രിമാ ഹിസാബി. ഞാൻ നിസ്കരിക്കാതെ നടന്നതിന് ഇത്ര വലിയ ശിക്ഷയാ, ഞാൻ സക്കാത്ത് കൊടുക്കാതെ നടന്നതിന് ഇത്ര വലിയ ശിക്ഷയാ, ഞാൻ കള്ള് കുടിച്ച് നടന്നതിന് ഇത്ര വലിയ ശിക്ഷയാ എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേ ഞാൻ നന്നായേനെ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മനുഷ്യൻ പറയുമത്രേ ജഹീമിനെ കാണുമ്പോൾ, അള്ളാഹുവേ എന്തൊരു നരകമാ, എന്തൊരു വേദനയാ റബ്ബേ, ഇത് ഇത്രത്തോളം വേദനയുള്ളതാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തെറ്റുകൾ ചെയ്യില്ലായിരുന്നല്ലോ റബ്ബേ എന്ന് മനുഷ്യൻ പറയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. വീണ്ടും അള്ളാഹു പറയുകയാണ്, അള്ളാഹുവേ ജഹീമിനെ കാണുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ, ഹറാം ചെയ്യുന്ന ഉപ്പ, മാറി ചിന്തിക്കാൻ തയ്യാറാകണേ. അള്ളാഹുവേ ആ മനുഷ്യൻ പറയാ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. അള്ളാഹുവേ മരണം കൊണ്ട് എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു മരണത്തിനാണ് വലിയ വേദനയെന്ന്. അസ്രായേൽ ചാരത്ത് വന്ന് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ മരണവേദനയാണ് ഏറ്റവും വലിയ വേദനയെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹുവേ ആ മരണവേദന കൊണ്ട് ഒരു വേദനയല്ല അല്ലാ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. എന്നിട്ട് മനുഷ്യൻ പറയാ, ഞാൻ ഒരുപാട് സമ്പാദ്യമുള്ളവനാ, എനിക്ക് ബെൻസ് കാറുണ്ട്, എനിക്ക് ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്, കർണാടകയിലെ കല്ലഗുഡയിൽ ഒരുപാട് പ്രദേശം എന്റെ ആയിരുന്നുവല്ലോ, പള്ളിക്ക് വേണ്ടി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ, പാവപ്പെട്ട യതീമക്കളെ സഹായിക്കാൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ. അല്ലാഹുവേ എന്റെ മുന്നിലൂടെ ഒരു ക്യാൻസർ രോഗി കടന്നുപോയിട്ട് ആ ചികിത്സയ്ക്ക് വേണ്ടി എന്നോട് ചോദിച്ചിട്ട് അല്ലാഹുവേ ഞാൻ ഒരു രൂപ പോലും കൊടുത്തില്ലല്ലോ അല്ലാ. എന്റെ സമ്പാദ്യം എനിക്ക് പ്രയോജനം ചെയ്തില്ലല്ലോ അല്ലാ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരം ചെയ്തില്ലല്ലോ അല്ലാ.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഓരോ കാര്യങ്ങളും മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹുവിന്റെ നരകത്തെ കാണുമ്പോൾ ആ മനുഷ്യൻ പറയാ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പാദ്യം എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നഷ്ടമാകാം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സമ്പാദ്യം കൊടുക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ എന്നും പ്രയാസമാ, എന്നും വേദനയാ, എന്റെ റബ്ബൻ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ? അള്ളാഹുവേ, കടം കൊണ്ട് ഞാൻ പ്രയാസത്തിലായി. നിരാശപ്പെടേണ്ട ഉപ്പ, നിരാശപ്പെടേണ്ട ഉമ്മ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നല്ലാഹ മഅൽ ഉസ്രി യുസ്റാ. അള്ളാഹു ഇന്നൊരു പ്രയാസം തന്നെങ്കിൽ നാളെ അള്ളാഹു ഒരു എളുപ്പം തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗമാണെങ്കിൽ അള്ളാഹു നാളെ രോഗശമനം തരും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു പരീക്ഷിക്കുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോ വല്ലാതെ വേദനിക്കുന്ന ഒരു സംഭവം കാണുകയുണ്ടായി. നമ്മുടെ ഒന്നും പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു, ആ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാനും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷാനവാസ് സാഹിബ് ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ യാത്രയില, രാത്രിയായി. അപ്പൊ ഒരു ഉമ്മയും മകനും ഞങ്ങളുടെ തൊട്ടുകാരെ ഒരു ബർത്തിൽ കിടന്നുറങ്ങുകയാണ്. ഏകദേശം മലപ്പുറം എത്താറായപ്പോൾ വേറെ കുറച്ച് ആളുകൾ ട്രെയിനിൽ കയറി. ആ ഉമ്മയും ആ മകനും അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ അവരുടെ ഭർത്താവ് ഇങ്ങനെ വന്നു. അപ്പൊ അവർക്ക് കിടക്കാൻ ബർത്തില്ല. അപ്പൊ ഞങ്ങൾ അവരോട് ഇങ്ങനെ ചോദിച്ചു, അല്ലാഹുവേ അവരെവിടെ പോയിട്ട് വരുവാ? തിരുവനന്തപുരം ജില്ലയിലെ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി ആ മകന്റെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വരിക. എന്തൊരവസ്ഥയാ! 9 വയസ്സേ ഉള്ളൂ, 9 വയസ്സേ ഉള്ളൂ. ആ പൊന്നുമോന്റെ അവസ്ഥ കണ്ടപ്പോൾ അള്ളാഹു നമുക്കൊക്കെ തന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹുവേ, അള്ളാഹു എത്ര വലിയവനാ. അള്ളാഹ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ലേ പടച്ചവനെ. അള്ളാഹുവേ, ആ മോന് പരിപൂർണമായും അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അൻഫാൽ എന്ന് പറയുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നോമന മകൻ അള്ളാഹ് നീ ശമനം കൊടുക്കണേ പടച്ചവനെ. നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല റബ്ബേ. അള്ളാഹുവേ, ആ പൊന്നുമോനെ നീ ശമനം കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾക്കാർക്കും നീ മാരകമായ രോഗം തരല്ല റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇന്ന് നമ്മുടെ സ്വാഗത പ്രാസംഗികനായ ഉസ്താദ് ഒരു പണ്ഡിതന്റെ കാര്യം പറഞ്ഞല്ലോ. പല വേദികളിലും പ്രഭാഷണം നടത്തിയ അൽ ഹാഫിള് മസ്ഊദ് സഖാഫി, അല്ലാഹുവേ, വലിയ പണ്ഡിതൻ. മുഖത്ത് തന്നെ എന്തൊരു പ്രഭയാണ്, എന്തർത്ഥവത്തായ വർത്തമാനങ്ങളാണ് പറയുന്നത്. അല്ലാഹുവേ, ആ പണ്ഡിതൻ തലേ ദിവസം ഇതുപോലൊരു പ്രഭാഷണ വേദിയിൽ പ്രഭാഷണം നടത്തി വീട്ടിലേക്ക് പോവുകയാണ്. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. കുഞ്ഞുമക്കളെ താലോലിക്കുന്നത്, ഭാര്യയുമായി സല്ലപിക്കുന്നത്. അല്ലാഹുവേ, പെട്ടെന്ന് അല്ലാഹുവിന്റെ അജ്ല് വന്നു. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ റൂഹ് കൊണ്ടുപോയി. അല്ലാഹു പരിപൂർണമായും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലതിനു വേണ്ടി ചെലവഴിക്കണം, അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വീണ്ടും മനുഷ്യന്റെ ഖേദം, ആ മനുഷ്യന്റെ വേദന. അല്ലാഹുവേ, ജഹീം എന്ന് പറഞ്ഞ നരകത്തെ കാണുമ്പോൾ ആ മനുഷ്യൻ പറയുകയാ, ഹലകന്നി സുൽത്താനിയാ. അല്ലാഹുവേ, ഞാൻ പള്ളിയിലെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അല്ലാ, ഞാൻ പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നല്ലോ അല്ലാ, ഞാൻ ഒരുപാട് ഇമാമികളുടെ കണ്ണിനെ നനയിപ്പിച്ച പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ അല്ലാ. അല്ലാഹുവേ, എന്റെ അധികാരം നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചില്ല അല്ലാ. ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഒരു നാട്ടിന്റെ തന്നെ ഞാനൊരു ഭരണാധികാരിയായിരുന്നു. അല്ലാഹുവേ, എന്റെ അധികാരം ഞാൻ മോശത്തരത്തിന് വേണ്ടി ചെലവഴിച്ചവനാ എന്ന് നാളെ അല്ലാഹുവിന്റെ മുന്നില് ആ മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ചില പള്ളി പരിപാലിക്കുന്ന സഹോദരങ്ങൾ സ്നേഹത്തോടു കൂടി പറയാ, പള്ളി പരിപാലനം ഇന്ന് ഇലക്ഷൻ സംവിധാനമായി മാറിയിരിക്കുക. പല പള്ളികളിലും ഇലക്ഷൻ സംവിധാനം ഒരു രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് പോലെയാണ് പള്ളിയിലെ അധികാരം പിടിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി പരിപാലനം എന്ന് പറയുന്നത് അതൊരു അമാനത്താണോ? അല്ലാഹു വെറുതെ വിടില്ല. അതിൽ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ അല്ലാഹു വെറുതെ വിടില്ല. അതിന്റെ ഓരോ പൈസയ്ക്കും അല്ലാഹുവിന്റെ മുന്നിൽ നാളെ കണക്കുകൾ ബോധിപ്പിക്കണം. അല്ലാഹുവേ, എത്രയോ പള്ളികളിൽ എത്രയോ സഹോദരങ്ങൾ വർഷങ്ങളോളം പള്ളി പരിപാലിക്കും. പക്ഷേ ആ പള്ളിയുടെ മൂത്രപ്പര പോലും നേരെ ചൊവ്വെ പണിയാൻ ചില പള്ളി പരിപാലനക്കാർക്ക് സാധിക്കുന്നില്ല. രംഗത്തേക്ക് ഇറങ്ങാൻ കഴിവുള്ളവർ മാത്രമേ പള്ളി പരിപാലിക്കാൻ മുന്നോട്ട് വരാവൂ. പലരെയും കാണാനും സമയം ചെലവഴിക്കാനും പള്ളിക്ക് വേണ്ടി സംസാരിക്കാനും കഴിവുള്ളവർ മാത്രം വേണം പള്ളി പരിപാലിക്കാൻ മുന്നോട്ട് വരേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചില പള്ളി പരിപാലനക്കാർ ഉസ്താദുമാരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു പള്ളി പരിപാലന കമ്മിറ്റിയായി മാറിയോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ഇന്ന് യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയാൻ കഴിയുന്നില്ലല്ലോ. പരിശുദ്ധമായ ദീനിനെ തുറന്നു പറയാൻ കഴിയാത്ത വിധത്തിൽ ചില പള്ളി പരിപാലനക്കാർ ഉസ്താദുമാരെ ബുദ്ധിമുട്ടിക്കുകയാ. എന്നാലും ചില പണ്ഡിതന്മാരുണ്ട് ആർജവത്തോടുകൂടി ഇതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവാണ് റിസ്ക് തരുന്നതെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ സുന്ദരമായി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാരം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ആ അധികാരത്തിൽ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അധികാര ദുർവിനിയോഗം നടത്തുന്നവനെയാണ്
അല്ലാഹു നാളെ ജഹീമിലേക്ക് വലിച്ചെറിയുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വീണ്ടും അല്ലാഹു ആ ജഹീമിന്റെ അടുക്കൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഖുർആനിലൂടെ പറയാ. ഈ മനുഷ്യൻ പറയുമല്ലോ, അല്ലാഹുവേ മരണമാണ് അവസാനമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാഹുവേ എന്റെ സമ്പാദ്യം ഞാൻ മോശത്തരത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്റെ അധികാരം ഞാൻ ദുർവിനിയോഗം നടത്തി. എന്ന് ആ മനുഷ്യൻ പറയുമ്പോ അല്ലാഹു പറയുന്നു, അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലയോ മലക്കുകളെ, അവനെ വിടരുതേ, അവനെ വിടരുതേ എന്ന് അല്ലാഹു പറയാ. അവൻ ഒരുപാട് ആയത്ത് കേട്ടവനാ, ഒരുപാട് പ്രഭാഷണ സദസ്സിൽ പങ്കെടുത്തവനാ, യാഥാർത്ഥ്യങ്ങൾ അവന്റെ മുന്നിൽ അവതരിപ്പിച്ചതാ. അവൻ അല്ലാഹുവിനെ മറന്നുപോയവനാ. അവനെ ബന്ധിക്ക് മലക്കുകളെ എന്ന് പറയാ. ഇശാമരുവിന്റെ സമയത്ത് സിനിമാ ലോകത്തിലേക്ക് കടന്നുപോയവളാ. അല്ലാഹുവിന് വേണ്ടി ഒരു തസ്ബീഹ് പോലും ചെല്ലാത്തവളാ. ശഅബാൻ വന്നിട്ട് ഒരു തസ്ബീഹ് ആത്മാർത്ഥമായി പറയാത്തവളാ. റമളാൻ വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് പോലും നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവനാ. അതുകൊണ്ട് വിടല്ല മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ടോ അല്ലാഹുവേ പടച്ചവരെ, എന്തൊരു അദാബാ! ആ ജഹീമാകുന്ന നരകത്തിന്റെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരികയാ. സുമ്മൽ ജഹീമ സല്ലൂ, തിളക്കുന്ന ദ്രാവകമുണ്ട് ഉപ്പാ. ഇന്ന് സൂര്യനൊന്ന് വല്ലാതെ കടുത്തു പോയപ്പോ എന്തൊരു ചൂടാണെന്ന് പറയുന്ന 2-3 AC വെച്ചാൽ പോലും ചൂടിനൊരു ശമനം കിട്ടുന്നില്ലല്ലോ. അല്ലാഹുവേ, ജഹീം എന്ന് പറഞ്ഞ നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുക. എന്നിട്ടോ റബ്ബേ, ആ മനുഷ്യന്റെ പിരടിയിലേക്ക് അല്ലാഹു ചുട്ടുകൊള്ളുന്ന ദ്രാവകം ഒഴുക്കുമുപ്പാ. വല്ലാത്ത വേദനയാകുപ്പാ. ഒരു ചെറിയ തീ നമ്മുടെ ശരീരത്തിലൊന്ന് തട്ടിയാൽ, ഒരു തീപ്പെട്ടിയുടെ ഒരു കമ്പുരയ്ക്കുമ്പോ അതിന്റെ ഒരു തീ നമ്മുടെ ശരീരത്തിലൊന്ന് തട്ടിയാൽ എന്തൊരു വേദനയാകുമ്മ. അന്നരമാണ് അല്ലാഹുവേ ചുട്ടുകൊള്ളുന്ന ദ്രാവകമെന്നല്ലോ ആ മനുഷ്യന്റെ പിരടിയിലേക്ക് അല്ലാഹു ഒഴിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വല്ലാത്ത അദാബ നരകം എന്ന് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ 3 പേര് നരകത്തിന്റെ 3 പേരുകൾ പറഞ്ഞു, 3 അവസ്ഥകൾ നമ്മൾ ചർച്ച ചെയ്തു. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഞാനും നിങ്ങളും പതിവായി കേൾക്കുന്ന ഒരു അധ്യായമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഞാനും നിങ്ങളും കേട്ട ഒരു അധ്യായമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, ഉമ്മാ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ الذي جمع ماله وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة. അല്ലാഹു പറഞ്ഞ നരകത്തിന്റെ മറ്റൊരവസ്ഥയാവുക. ഉത്തമയെന്ന് പറഞ്ഞ നരകമുണ്ടാവുക, വല്ലാത്ത നരകമാവുക. ഉത്തമയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തകർത്ത് കളയുന്നതെന്താ? അല്ലാഹുവേ, ഉത്തമയിലേക്കൊരു മനുഷ്യനെ വലിച്ചെറിഞ്ഞാൽ അവന്റെ കൈകാലുകൾ ചിതറിപ്പോവുകയാ, അവന്റെ തലച്ചോറ് ചിതറുകയാ, അവന്റെ തലയോട്ട് ചിതറുകയാ, അവന്റെ ആമാശയം ചിതറുകയാ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഉത്തമയെന്ന് പറഞ്ഞ നരകമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. എന്നിട്ട് അല്ലാഹു പറയാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. ഉമ്മമാരെ സൂക്ഷിക്കണേ, നാവിന് ഇന്ന് തന്നെ വിലങ്ങിടണേ. ഉപ്പമാരെ പരദൂഷണം പറയല്ലേ, പള്ളിയിലെ ഉസ്താദുമാരെ കുറിച്ച് മോശത്തരം പറയല്ലേ. അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് അരുതാത്തത് പറയല്ല ഉപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. കുത്തുവാക്ക് പറയുന്നവനാരാ? ഒരു സഹോദരന്റെ പച്ചമാംസം തിന്നവനാരാ? ഒരു സഹോദരിയെ കുറിച്ച് മോശമായി പറഞ്ഞത് ആരാ? വിടില്ല ഉപ്പാ, വിടില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. കുത്തുവാക്ക് പറയുന്നവരെ അല്ലാഹുവിന്റെ നരകമുണ്ടെന്ന് പറയാ. എന്നിട്ട് അല്ലാഹു ആയത്തിലൂടെ പലതും പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, മനുഷ്യ കല്ലാല യുംബദന്ന ഫിൽ ഹുതമാ. മോനെ, അല്ലാഹുവിന് ഒരു നരകമുണ്ടടാ ചെറുപ്പക്കാരാ, അതിന്റെ പേരാണ് ഹുതമ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാ, വമാ അദ്റാക മൽ ഹുതമ. മോനെ, എന്താണ് ഹുതമ? നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു ചോദിക്കുന്ന ഹുതമ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു, നാറുല്ലാഹി മൂഖദാ. അല്ലാഹുവിന്റെ തീയാണ്, അല്ലാഹുവിന്റെ തീ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ അവയവങ്ങളെ
നാളെ ചിന്തിച്ചു തെറിപ്പിക്കുന്ന നരകമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലതീ തത്വലു അലൽ അഫ്ഇദാ, ഉത്തമയിലേക്ക് ഒരു മനുഷ്യൻ വീണുപോയാൽ അവന്റെ ഹൃദയമുണ്ടല്ലോ, പച്ചയായ അവന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിലേക്ക് തീയങ്ങ് ആളിപ്പടരുകയാ, വല്ലാത്ത വേദനയാകും. അതുകൊണ്ട് നരകത്തെ കുറിച്ചൊരു ചിന്ത വേണേ. അല്ലാഹുവേ, നരകമില്ലെന്ന് പറയല്ലേ, ഉസ്താദുമാര് പറയുന്ന കെട്ടുകഥയാണെന്ന് പറയല്ലേ, എക്സ് മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ സഹോദരിമാരെ നരകമില്ലെന്ന് വിചാരിക്കല്ലേ. അല്ലാഹുവിന്റെ മുന്നിൽ നാളെ നരകത്തെ കൊണ്ടുവരികയാ. അന്നാമൂലേ നീ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അല്ലാഹുവേ, ഇന്ന് സ്കൂൾ കലാലയങ്ങളിൽ എന്താ നടക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ദീനില്ലല്ലോ, നിസ്കാരമില്ലല്ലോ, ശരിയായ നിലയിൽ ഔറത്ത് മറയ്ക്കുന്നില്ലല്ലോ. ഇന്ന് പല ക്യാമ്പസുകളിലും ഗുണ്ടായിസമാണല്ലോ. നിങ്ങൾ അറിഞ്ഞവരല്ലേ, കോട്ടയം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ജില്ലയാ, അവിടെ പൊന്നോമന മക്കള് പഠിക്കുകയാ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ പൊന്നോമന മക്കളാ, അവരുടെ സ്വപ്നങ്ങളാ. ഒരു ചെറുപ്പക്കാരനായ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പഠിക്കാൻ പറഞ്ഞയച്ചല്ലോ. ഇന്ന് റാഗിങ്ങല്ലേ, മോശത്തരങ്ങൾ ചെയ്യുകയല്ലേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മക്കളോട് പറയണം, മോനെ അല്ലാഹയെ ഓർക്കണേടാ, മോളെ അല്ലാഹയെ മനസ്സിലാക്കണേ, നിസ്കരിക്കണേ മോളെ, അല്ലാഹുവിനെ ഖുർആനൊന്ന് പാരായണം ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ പിതാക്കന്മാരോട് പറയാ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, മനുഷ്യ നരകത്തെ തൊട്ട് നീ നിന്റെ ശരീരത്തെ കാക്കണേ. മനുഷ്യ, നിന്റെ അഹലുകാരുണ്ടല്ലോ, പിതാക്കന്മാരോട് പറയാ, എന്നോടും നിങ്ങളോടും പറയാ, നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, നിങ്ങളുടെ പൊന്നോമന മക്കളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുന്നു, മനുഷ്യ വഖൂദുഹൻ നാസ് വൽ ഹിജാറ, അല്ലാഹുവേ, നാളെ നരകത്തിലിട്ട് കത്തിക്കുന്നതാരെയാ? നാളെ നരകത്തിലിട്ട് അല്ലാഹു കത്തിക്കുന്നതാരെയാ? മനുഷ്യനെയും കല്ലുകളെയുമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹുവേ, നിന്ന് കത്തുകയാ. ഒരു കല്ല് കത്തിയാലിന്റെ വേദനയാ റബ്ബേ. ഒരു കല്ല് കത്തുമ്പോൾ അതിന്റെ ചൂടെന്താണെന്ന് അറിയണമെങ്കിൽ അല്ലാഹുവേ, കല്ല് ചൂടാക്കുന്ന കട്ടച്ചൂളകളിൽ നിങ്ങളൊന്ന് കടന്നു ചെല്ലണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കല്ലുകളെയും മനുഷ്യരെയുമാണ് അല്ലാഹു നാളെ കത്തിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മക്കളുടെയും ഭാര്യയുടെയും വിഷയത്തിൽ പിതാക്കന്മാരാകുന്ന നമ്മൾ കുറെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയോട് പറയണം, പോലെ നിനക്ക് ചെലവ് തരുന്നത് ഞാനാ, അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രമേ നീ ധരിക്കാവൂ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണേ എന്ന് ഭാര്യയോട് പറയുന്നത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാ. ഇന്ന് ഭർത്താവിന് നിസ്കാരമില്ലല്ലോ, കൂടെ കിടക്കുന്ന ഭാര്യക്ക് നിസ്കാരമില്ലല്ലോ. തണുപ്പുള്ള എത്രയോ രാത്രികളിൽ അല്ലാഹുവിനെ മറന്നുപോയി മനുഷ്യ, എത്രയോ സുബഹി നമസ്കാരം കളാക്കിയവരാ. അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയുന്നുണ്ട്. അല്ലാഹുവേ, പ്രായമുള്ള ആളുകൾ തലപ്പിത്തടഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോ നിന്റെ കണ്ണിന് ആരോഗ്യമുണ്ട്, നിന്റെ കാലിന് ആരോഗ്യമുണ്ട്, നിന്റെ കൈക്ക് ആരോഗ്യമുണ്ട്. അല്ലാഹുവിനെ മറന്നില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയുന്നേ. അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഒരു കണ്ണുനീര് നീ വീഴ്ത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ഹുത്തമയെ കുറിച്ച് പറഞ്ഞു. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അല്ലാഹു ഒരു നരകത്തെ കൂടി പരിചയപ്പെടുത്തുകയാ, നരകത്തിന്റെ ഒരു താഴ്വര കൂടി അല്ലാഹു പരിചയപ്പെടുത്തുകയാ. അല്ലാഹു പറയുകയാണ്, വഅമ്മാ മൻ ഖഫ്ഫത് മവാസിനുഹു ഫഉമ്മുഹു ഹാവിയാ. അല്ലാഹു പറയാ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നരകമാണ് ഹാവി എന്ന് പറയുന്നത്. ആർക്കാണ് ഹാവിയ? ആരെയാണ് ഹാവിയിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത്? അല്ലാഹുവേ, നന്മകൾ കുറഞ്ഞു പോയവരാ, നിസ്കാരമില്ലാത്തവനാ. ഒരു സൂറത്ത് ഓതിയാൽ തന്നെ രക്ഷപ്പെടുമായിരുന്നല്ലോ, ഒരു ഇഖ്ലാസ് എന്ന് പാരായണം ചെയ്താൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹ്, ആരെങ്കിലും ഒരാൾ ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് 10 മർറാത്ത് അവൻ 10 പ്രാവശ്യം പാരായണം ചെയ്താൽ വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരാമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? എന്നിട്ടൊരു ഇഖ്ലാസ് പോലും ഓതാതെ തിന്മകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്, നരകമാണ് ഹാവി എന്ന പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഹാവിയ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക, വമാ അദ്റാക മാഹിയ. പ്രിയപ്പെട്ടവരെ, എന്താ മാഹിയ? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ മാഹിയ? അല്ലാഹ് ചോദിക്കുക, വമാ അദ്റാക മാഹിയ. എന്താ മാഹി എന്ന് പറയുന്നത്? അല്ലാഹുവേ ഖുർആൻ തന്നെ പറഞ്ഞു, നാറുൻ ഹാമിയ. അല്ലാഹുവേ തീജ്വാലയാണ്. അല്ലാഹുവേ ഒരു ജാല അങ്ങോട്ട് കെട്ടിടങ്ങുമ്പോൾ അല്ലാഹു വീണ്ടും നരകത്തിലേക്ക് വീണ്ടും ഇങ്ങനെ തീജ്വാലകൾ കൊണ്ടുവരികയാ. അങ്ങനെയുള്ള നരകമാണ് ഹാവി എന്ന് പറയുന്നത്. നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യന്മാരെയും നിർത്തുകയാ. ആണും പെണ്ണും നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് കടന്നു വരാ. ഒരു ഉമ്മ പ്രസവിച്ചപ്പോൾ ഏത് രൂപത്തിലാണോ നഗ്നമായിട്ട് അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് വരികയാ. അല്ലാഹുവേ 16 കോടി 15 ലക്ഷം 15,000 കിലോമീറ്റർ ദൂരെയുള്ള സൂര്യനുണ്ടല്ലോ, നാളെ മഹ്ശറയിൽ ഒരു ചാണ് മുകളിലാ. ആ മഹ്ശറയിൽ നിൽക്കുകയാ. അന്നേരമാണ് ഹാവി നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അന്നേരമാണ് മീസാൻ എന്ന് പറഞ്ഞ തുലാസ് നിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുവരുന്നത്. ആ മീസാൻ നിന്റെ നന്മകൾ വെക്കുകയാ, നിന്റെ തിന്മകൾ വെക്കുകയാ. അല്ലാ നന്മ കുറഞ്ഞു പോയാ, തിന്മ അധികരിച്ച അല്ലാഹുവേ അങ്ങനെയുള്ള ആണിന്റെയും പെണ്ണിന്റെയും വാസസ്ഥലമാണ് ഹാവി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താ? ഒരാൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞ നരകത്തിന്റെ പേര് അല്ലാഹുവേ പടച്ചവനെ ആ പൊന്നോമന മകൻ അല്ലാഹു നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പേര് ജഹന്നം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ സദസ്സിലുള്ള ഒരാളെയും ജഹന്നമിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ്. രണ്ടാമത്തെ നരകത്തിന്റെ പേര് അല്ലാഹുവേ പടച്ചവനെ നല്ലവരായ സഹോദരങ്ങളാ, ഈ പാതിരാത്രിയിൽ നിന്റെ ദീൻ കേൾക്കാമെന്നവരാ. അല്ലാഹുവേ ഇതിൽ ഒരാളെയും ലളയിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാ. അതുപോലെ തന്നെ ജഹീം, ഹുതമ, ഹാവിയ. ഇത്രയും കാര്യങ്ങൾ നരകത്തെ കുറിച്ച് അല്ലാഹു നമ്മളോട് പറയാ. ഇതാണ് നരകത്തിന്റെ പേരുകളും അവസ്ഥകളും. എന്നിട്ട് അല്ലാഹു ചില നരകവാസികളോട് ഒരു ചോദ്യം ചോദിക്കും. അത്രേ അല്ലാഹു ചില നരകവാസികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ പറയാറുണ്ട്, എന്താ നീ നിസ്കരിക്കാൻ ജമാഅത്തായിട്ട് കടന്നു വരാത്തത്? വെള്ളിയാഴ്ച ദിവസം പോലും ഇമാം രണ്ടാമത്തെ മിമ്പറിന്റെ ആ അവസാന സമയമാകുമ്പോൾ കടന്നു വരുന്ന ചെറുപ്പക്കാരുണ്ട്. പറയും സമയമില്ല, ഒന്നിനും സമയമില്ല, ഐ ആം ബിസി മാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലാഹുവേ ആ ഖുത്ബ പോലും കേൾക്കാൻ നമ്മുടെ ജീവിതത്തിൽ സമയം കൊടുക്കാത്ത ചില ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴാണ് നമ്മൾ പല മേഖലകളിലേക്കും കടന്നു പോകുന്നത്. ഇമാം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. കേൾക്കാറില്ലേ? അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്. എത്ര ആളുകൾ ആത്മാർത്ഥമായി ആമീൻ പറയും. അന്നേരം നമ്മൾ മെസ്സേജ് നോക്കുന്നത്, അപ്പോഴാണ് നമ്മൾ വാട്സ്ആപ്പ് നോക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. ഹൗ ആർ യു, ഞാൻ ഇവിടെ ഉണ്ട് പള്ളിയില എന്നൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നേരം അല്ലാഹു ചില ആളുകളോട് ചോദിക്കും, അത്രേ മനുഷ്യ, നീ സമ്പത്തിന് വേണ്ടിയല്ലടാ നീ എന്നെ മറന്നുപോയത്? സമ്പത്തിന് വേണ്ടിയല്ലേ നീ എന്നെ മറന്നുപോയത്? അല്ലാഹുവിന്റെ ചോദ്യം കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇ കുന്ത തഖ്തദി ബിഹി. അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, മനുഷ്യ നിനക്ക് ഞാൻ ദുനിയാവിലെ എല്ലാ സമ്പാദ്യങ്ങളും തന്നാൽ നീ അനുഭവിക്കുന്ന ഈ നരകീയമായ ശിക്ഷയുണ്ടല്ലോ, ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ സമ്പാദ്യമെല്ലാം നിനക്ക് തന്നാൽ നീ അതെനിക്ക് തരുമോ എന്ന് അല്ലാഹു ചോദിക്കുകയാ. അന്നേരം ആ മനുഷ്യൻ പറയാ, അല്ലാഹുവേ എനിക്കുള്ള എല്ലാം തരാമല്ലാ, സമ്പാദ്യം വേണ്ട അല്ലാ, സ്വർണം വേണ്ട അല്ലാ, അല്ലാഹുവേ കാറ് വേണ്ട റബ്ബേ, ഞാനെല്ലാം നിനക്ക് തരാമെന്ന് പറയാ. അന്നേരമാണ് അല്ലാഹു പറയുന്നത്, ഉലൈക ലഹും അദാബുൻ അലീം വലഹും മിൻ നാസിരീൻ. മോനെ നിനക്ക് നരകമാരാ ചെറുപ്പക്കാരാ, പെങ്ങളെ അല്ലാഹുവിനെ മറന്നുപോയാ നിന്നെ സഹായിക്കുന്ന ഒരാളും നരകത്തിലേക്ക് കടന്നു വരില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അല്ലാഹു പറഞ്ഞു, വലഹും മിൻ നാസിരീൻ, ഒരാളും വരില്ല, നിന്റെ കൂടെ കിടക്കുന്ന ഭർത്താവ് വരില്ല, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ വരില്ല, നിനക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നിന്റെ ഉപ്പ നിന്റെ കൂടെ വരില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. മോനെ നീ ചെയ്ത നന്മയുണ്ടല്ലോ, അല്ലാഹുവേ ഈ സദസ്സിലിരുന്ന ഈ സമയമുണ്ടല്ലോ, ഇത് വല്ലാത്ത പ്രതിഫലമാ. ഇതിന്റെ ശ്രേഷ്ഠത അറിയണമെങ്കിൽ ഞാനും നിങ്ങളും മയ്യത്തായിട്ട് അല്ലാഹുവിന്റെ ബർസഖാകുന്ന ലോകത്തിലേക്ക് പ്രവേശിച്ചാൽ ഈ സദസ്സിലിരുന്നതിന്റെ മഹത്വം അറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത്രയും വേദനയുള്ള നരകത്തെ അള്ളാഹു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. എല്ലാം ഖുർആനിക ആയത്താ, നമ്മൾ ഓതിയതെല്ലാം ഖുർആനിക ആയത്താ. ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ ഉസ്താദുമാരുണ്ട്. അല്ലാഹുവേ, എത്ര സുന്ദരമായാണ് അള്ളാഹു നരകത്തെക്കുറിച്ച് പറയുന്നത്. അല്ലാഹുവേ, ഇതാ മനുഷ്യരിങ്ങനെ മനുഷ്യറയിൽ നിൽക്കുമ്പോൾ നരകമില്ലെന്ന് പറഞ്ഞ ആരിഫ് ഹുസൈന് മനസ്സിലാക്കാൻ, നരകമില്ലെന്ന് പറഞ്ഞ എക്സ് മുസ്ലിമീങ്ങളെ മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ മക്കളുണ്ടല്ലോ, അക്കൗണ്ടൻസ് പഠിക്കുമ്പോ മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ദ ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2 എന്ന ഡിഗ്രി ഇക്വേഷൻ പറയുമ്പോ അല്ലാഹുവേ, ദീനിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോ കാർബണിന്റെ ഐസോമറിസം പഠിക്കുമ്പോ അല്ല ഇല്ലെന്ന് പറഞ്ഞ നമ്മുടെ മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് നരകത്തെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അല്ലാഹുവേ, നരകം വരികയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, നരകത്തെ കാക്കുന്ന മലക്കുണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ തീരുമാനം എപ്പോഴാ? അല്ലാഹു എപ്പോഴാണ് എന്നോട് മാശറിലേക്ക് വരാൻ പറയുന്നത്? ആ നരകമുണ്ടല്ലോ സഹോദരാ, ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാ. മാലിക് റളിയല്ലാഹു തആല അൻഹു ഒരു യജമാനനെ പോലെ നരകത്തെ കാക്കുന്ന മലക്കാണല്ലോ മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചെങ്ങലയുടെ ആ ഭാഗത്ത് പിടിക്കുകയാ. തന്റെ അനുയായികളാകുന്ന മലക്കുകളുണ്ടല്ലോ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നു. ആ നരകത്തെ കാണുമ്പോ ചില ആളുകൾ തളർന്നു വീഴുകയാ. അല്ലാഹുവേ, നരകമുണ്ടായിരുന്നല്ലോ അല്ലാ, എന്തൊരു വേദനയാ അല്ലാ. നരകത്തിന്റെ ആ പ്രകമ്പനം കേൾക്കുകയാ. നരകം ഇങ്ങനെ ഘോരഘോരമായ ശബ്ദം കേൾപ്പിക്കുകയാ. ഇന്നൊരു ഇടിമിന്നൽ വന്നാൽ നെഞ്ചിന്റെ ഉള്ളിൽ ആദിയാ. അപ്പോഴാണ് അല്ലാഹുവേ നരകത്തിന്റെ പ്രകമ്പനം കേൾക്കുന്നത്. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഉപ്പാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാ. അല്ലാഹു അടിവരയിട്ട് പറയാ, അന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാ. നസീബ് മന്നാനി ഉണ്ടല്ലോ, ഇന്ന് കല്ലകുടയിൽ വന്ന് പറഞ്ഞില്ലേ, നരകത്തെ കുറിച്ച് പറഞ്ഞില്ലേ? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ നരകത്തെ കുറിച്ച് കേട്ടില്ലേ? എന്നിട്ട് എന്തേ മനുഷ്യ, നീ നന്നായില്ലല്ലോ. അന്നാണ് തിരിച്ചറിയുന്നത്, അന്നാണ് ബോധമുണ്ടാകുന്നത്, അന്നാണ് നിലവിളിക്കുന്നത്, അന്നാണ് ഖേദിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യന്റെ വിലാപം എന്ന് അല്ലാഹു പറയാ. അല്ലാഹുവേ, ചില ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്ന വിലാപത്തിന്റെ വാക്കുകൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. യഖൂലു, ആ മനുഷ്യന്മാര് പറയുകയാണ്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹ്, ഒരു സെക്കൻഡ് താ റബ്ബേ, ഒരു നിമിഷം താ അല്ലാ, ഞാനൊന്ന് സുജൂദ് ചെയ്യാമല്ല, എനിക്കുള്ളത് എല്ലാം സക്കാത്ത് കൊടുക്കാമല്ല, പാവപ്പെട്ടവരെ സഹായിക്കാമല്ല, എനിക്കൊരു നിമിഷം താ അല്ലാ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാമല്ല, റമളാൻ മാസം ഖത്മ തീർക്കാമല്ല. അല്ലാഹുവേ എന്ന് മനുഷ്യനെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാ. അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആണും പെണ്ണും പറയുകയാ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹുവേ, താങ്ങാൻ കഴിയുന്നില്ല അല്ലാ. നരകത്തെ കാണുമ്പോൾ പറയുന്നതാ, നരകത്തിൽ പ്രവേശിക്കുമ്പോൾ പറയുന്നതല്ല. നരകത്തിന്റെ പ്രകമ്പനം കേൾക്കുമ്പോ, നരകത്തെ അല്ലാഹു കൊണ്ടുവരുമ്പോ ആ മനുഷ്യൻ പറയാ, യാ ലൈതനി യാ ലൈതനി യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹുവേ, നന്നാവാനൊരു അവസരം താ അല്ലാ. അല്ല പറയാ, തിരില്ലടാ മനുഷ്യ, എത്രയോ അവസരങ്ങൾ വന്നല്ലോ, നിനക്ക് 60 വയസ്സ് ജീവിക്കാനാണ് സമയം തന്നില്ലേ? നീ ഒരു ആയത്തോതിയവനാണോ? ഖുർആനിന്റെ ഒരു ഹർഫ് പറഞ്ഞവനാണോ? ഖുർആനിന് ഒരുപാട് മഹത്വമുണ്ടായിരുന്നല്ലോ. പരിശുദ്ധമായ റമളാൻ വന്നിട്ട് എത്ര ഖത്മ നീ തീർത്ത ചെറുപ്പക്കാരാ. റമളാൻ വരുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാ, ഒരുപാട് മഹത്വങ്ങളുള്ള മാസമാ. ഒരു സദഖ ചെയ്താൽ ഒരുപാട് പ്രതിഫലമാ. ഒരു ഫർള് നിസ്കരിച്ചാൽ 70 ഫർള് നമസ്കരിച്ച കൂലിയാ. അല്ലാഹുവേ, ഇനി ഒരു റമളാൻ വരുമ്പോ ഞാനോ നിങ്ങളോ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ റമളാനിൽ എത്തിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാനിൽ എത്തിപ്പിക്കണേ അല്ലാ. അതുകൊണ്ട് തീരുമാനിക്കുപ്പാ, ഖുർആൻ ഓതുമെന്ന് തീരുമാനിക്ക്, പെങ്ങളെ ഖത്മ ചെയ്യുമെന്ന് തീരുമാനിക്ക്, സഹോദരിമാരെ ഒരു ആയത്തെങ്കിലും ഓതുമെന്ന് തീരുമാനിക്ക്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നോക്കിയാൽ തന്നെ പ്രതിഫലമാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ നോക്കിയാൽ തന്നെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, 5 വസ്തുക്കളിലേക്ക് നോക്കിയാൽ സദഖയുടെ പ്രതിഫലം
പ്രതിഫലമാ, ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, നിന്റെ വീടിന്റെ അകതളത്തിൽ നീ പൂട്ടിവെച്ചിരിക്കുന്ന, ഒന്ന് തുറക്കാൻ നിന്റെ കൈകൾക്ക് ഭാഗ്യം കിട്ടാത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതിലൊരു ഹർഫ് നോക്കണേ ഉപ്പാ, സദഖയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഉമ്മ ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാ, ഉമ്മ ജീവിച്ചിരിക്കുന്നവര് ഭാഗ്യവാന്മാരാ. ഉമ്മയെ തള്ളിപ്പറയല്ലേ, ഉമ്മയെ അവഗണിക്കല്ലേ, മാതൃത്വത്തിന് വില കൊടുക്കണേ, മാതൃത്വത്തിന് തള്ളിപ്പറയല്ലേ, ഉമ്മയുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടല്ലേ, ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയല്ലേ ഉപ്പാ. ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ സദഖയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാ. വീണ്ടും പ്രവാചകൻ പറയാ, സംസം വെള്ളത്തിൽ നോക്കിയാൽ സദഖയുടെ പ്രതിഫലമാ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ, നിങ്ങളുടെ ഇമാമിങ്ങളുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, ഷെഫിനി മുത്തുക്കോയ തങ്ങളെ പോലെ സമസ്ത എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്യരായ തങ്ങളുടെ മുഖമുണ്ടല്ലോ, സാദാത്യങ്ങളുടെ മുഖമുണ്ടല്ലോ, നോക്കിയാൽ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. ഹജ്ജ് ചെയ്തവരുണ്ടാകുമല്ലോ, ഉംറ ചെയ്തവരുണ്ടാകുമല്ലോ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, അല്ലാഹുവേ എന്ത് വലിയ മനോഹരമാ, ഭൂമിയിൽ ഒരു നാടിനും ഇത്രയും സൗന്ദര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ കഅബയുണ്ടല്ലോ, ആ കഅബയിൽ നോക്കിയാൽ സദഖയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ ഖുർആനിൽ അല്ലാഹു നരകത്തെ കുറിച്ച് പറയുന്നത്. ഒന്ന് കരയണം പ്രിയപ്പെട്ടവരെ. ഭാര്യ കുറ്റം പറയുമ്പോൾ അല്ല കരയേണ്ടത്. ഉസ്താദേ, എന്റെ ഭാര്യ പറഞ്ഞ അനുസരിക്കുന്നില്ല, എനിക്കെന്നും കഷ്ടപ്പാടാ, അതിനുവേണ്ടി കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇത് ദുനിയാവല്ലേ, ദുനിയാവ് ഇന്നോ നാളെ തീരും. നാളെ ആരുണ്ട്, ഞാനുണ്ടോ, നിങ്ങളുണ്ടോ, ആരുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് കരയും. ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് റബ്ബേ, എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. യൂട്യൂബിന്റെ കാലമാണ് ഇന്ന്. എത്ര തരത്തിലുള്ള എത്രയോ പ്രഭാഷകന്മാരാണ്, വലുതും ചെറുതുമായ പ്രഭാഷകരുടെ ലോകമാണ്. കാര്യങ്ങൾ, ഖുർആൻ ഓതുന്ന കാര്യങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള ഏതെല്ലാം ശൈലിയിലുള്ള ഖിറാഅത്തുകൾ പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പേജ് ഓതിയിട്ടല്ലാതെ ഞാൻ കടക്കുകയില്ല എന്ന് തീരുമാനിച്ച സഹോദരങ്ങളൊന്ന് കൈവക്കി. ഒരു ദിവസം ഞാൻ ഒരു പേജെങ്കിലും ഓതണമെന്ന് ആഗ്രഹമുള്ള സഹോദരങ്ങളൊന്ന് കൈവക്കി. അല്ലാഹു പടച്ചവനെ, ഈ കൈവക്കിയവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഓതാൻ അറിയാത്തവരുണ്ടാകുമല്ലോ, ആ ഖുർആനിലേക്ക് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് നോക്കിയിരിക്കും എന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കെ. ആ ഖുർആനിലേക്ക് ഒരു 10 മിനിറ്റ് എന്റെ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൈവക്കെ. ഓതാൻ അറിയുന്നവർ, ഓതാൻ അറിയാത്തവർ എല്ലാവരും കൈവക്കെ. ആ ഖുർആനിലൊന്ന് നോക്കാൻ അല്ലാഹുവേ എനിക്ക് ഭാഗ്യം തരണേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ ഖുർആനിന്റെ വാഹകരായി ആ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നിലയിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ടുപോയോ? സമയമായോ? ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ പറയുന്നത് എത്ര ഇൽമ പറഞ്ഞാലും കേട്ടിരിക്കുന്ന നാട്ടുകാരെന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നരകത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, സഹാബാ അല്ലാഹുവേ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നരകത്തെ കൊണ്ടുവരികയാ. ആ നരകത്തിന് 70,000 ചെങ്ങലകളുണ്ട്. 70,000 ചെങ്ങലകളിലായി നാളെ അല്ലാഹു നരകത്തെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഓരോ ചെങ്ങലകളിലും 70,000 മലക്കുകളാ. അങ്ങനെ 70,000 മലക്കുകൾ ഇങ്ങനെ നരകത്തെ കൊണ്ടുവരികയാ. അല്ലാഹുവേ, എന്നിട്ട് പ്രവാചകൻ പറയാ, സഹാബാ, നരകത്തിന്റെ ചെങ്ങലയിൽ ഒരു വട്ടക്കണ്ണിയുണ്ടല്ലോ സഹാബാ. ആ വട്ടക്കണ്ണി എവറസ്റ്റ് ആകുന്ന പർവ്വതമുണ്ടല്ലോ. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നരകത്തിന്റെ ചെങ്ങലയിൽ നിന്ന് ഒരു വട്ടക്കണ്ണി വെച്ചാൽ അല്ലാഹുവേ, മെഴുകുതിരി ഒഴുകുന്നത് പോലെ ആ പർവ്വതം നിന്ന് ഒഴുകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ നരകത്തിന്റെ ചൂട് വല്ലാത്ത ചൂടാ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സഹാബ നരകത്തെ 3000 വർഷം ചൂടാക്കി സഹാബ. ആ നരകത്തെ കുറിച്ച് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ നരകത്തെ 1000 വർഷം ചൂടാക്കുകയാ. അല്ലാഹുവേ നരകത്തെ ചൂടാക്കുന്നത് എങ്ങനെയാ? നിസ്സാരമായ വിറകുകൾ ഉപയോഗിച്ചല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? ഈ ലോകത്തുള്ള മുഴുവൻ തടികളും അല്ലാഹു ശേഖരിക്കുകയാ. എല്ലാ വനാന്തരങ്ങളിലേക്കും മലക്കുകൾ കടന്നുപോയി ആ തടികളെല്ലാം ശേഖരിച്ചിട്ട് അതിനെ കത്തിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന തീയുണ്ടല്ലോ ഉപ്പ, അത് നരകത്തിന്റെ ഒരു അംശം മാത്രമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെയുള്ള നരകത്തെ 1000 വർഷം ചൂടാക്കുകയാ. അല്ലാഹുവേ ആ നരകം നിന്ന് കത്തുകയാ. അത് ചുവന്ന നിറത്തിലാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വീണ്ടും അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലയോ മലക്കുകളെ, നരകത്തെ നിങ്ങളെ വീണ്ടും ചൂടാക്കണേ. അല്ലാഹുവേ മലക്കുകളെ വീണ്ടും നരകത്തെ ചൂടാക്കുകയാ. അല്ലാഹ് ചുവന്ന നരകമുണ്ടല്ലോ ഉപ്പ, ചുവന്ന നരകമുണ്ടല്ലോ ഉമ്മ. അല്ലാഹുവേ അത് കത്തിക്കുമ്പോൾ അതിന്റെ ആ ചൂട് കാരണമായി, ആ തീ കാരണമായി വീണ്ടും നരകം വെളുത്ത നിറത്തിലേക്ക് മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ വീണ്ടും നരകത്തെ കത്തിക്കുകയാ. അല്ലാഹ് നരകമാണെങ്കിൽ കത്തിക്കുമ്പോൾ ചുവന്ന നരകമുണ്ടല്ലോ, വെള്ള നിറമായ നരകമുണ്ടല്ലോ, അത് കറുത്ത നിറത്തിലേക്ക് മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത കറുപ്പ, വല്ലാത്ത കറുപ്പ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, അതുകൊണ്ട് നരകത്തെ കുറിച്ചൊരു പേടി വേണേ. നരകത്തിലെ പെട്ട തൗബ ചെയ്യണേ ഉപ്പ. ശഅബാനിന്റെ രാത്രിയാണല്ലോ, തൗബ ചെയ്യണേ ഉമ്മ. ഇനി എത്ര രാത്രികൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ വേദിയിലും സദസ്സിലുമായുള്ള മുഴുവൻ സഹോദരങ്ങളുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. സഹോദരിമാരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ ആഴം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതിനു മുന്നേ സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന ഒരു സദക്ക കൊടുക്കുക. കുഞ്ഞു മക്കൾ നടത്തുന്ന സദസ്സാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. നിങ്ങളാൽ കഴിയുന്ന സദക്ക. നമ്മൾ ഓതി വെച്ച ആയത്തുകളെല്ലാം സമ്പാദ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അല്ലാഹു നരകത്തെ കുറിച്ച് പറഞ്ഞെടുത്തല്ല, സമ്പാദ്യത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു 10 രൂപയെങ്കിലും അല്ലാഹുവിന്റെ ഈ ദീനിയായ സദസ്സിന് കൊടുക്കാൻ സാധിച്ചാൽ ഇതിൽ വലിയ പുണ്യമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ഉസ്താദ് നല്ലൊരു ഉസ്താദാണ്, വിട്ട് കളയരുത്. അല്ലാഹുവേ ഇത്രയും നല്ലൊരു സദസ്സ് രാവിലെ മുതലേ മംഗലാപുരം ഞങ്ങളെ കൂട്ടാൻ വേണ്ടി അവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും ഒക്കെ ചെയ്തു എന്ന് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് പോയോ? ആ സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങളാൽ കഴിയുന്ന സദക്കകൾ ചെയ്യുക. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നരകത്തിന്റെ ആ ഒരു ഭയാനകത ചൂടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നരകത്തിന്റെ ആഴം എന്താ ചിന്തിച്ചിട്ടുണ്ടോ? നരകത്തിന്റെ ആഴം എന്താ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി. അല്ലാഹുവേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വലിയ സഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നരകത്തിന്റെ ആഴത്തെ കുറിച്ച് പറയാ. സഹാബത്തും അല്ലാഹുവിന്റെ പ്രവാചകനും ഇങ്ങനെ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാ. ഉമർ റളിയല്ലാഹു തആല അൻഹുണ്ട്, അബൂബക്കർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, സഹാബത്തിലെ പ്രമുഖരായ എല്ലാവരുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അങ്ങനെ ഇരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, സഹാബാ തദറൂന മാ ഹാദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുക, സഹാബാ തദറൂന മാ ഹാദാ. സഹാബത്തെ ആ കേട്ട ശബ്ദം എന്താ സഹാബാ? സഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, അല്ലാഹു റസൂലുഹു അഅലം. അല്ലാഹുവിനും അവിടുത്തെ പ്രവാചകനും മാത്രമേ അറിയുള്ളൂ. സഹാബത്ത് പറഞ്ഞു, നബിയേ ഞങ്ങൾക്കറിയില്ല യാ റസൂലല്ലാഹ്. പ്രവാചകൻ ആ ശബ്ദത്തെ കുറിച്ച് സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ നരകത്തിന്റെ മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ല് താഴത്തേക്ക് ഇടുകയാ. ആ കല്ലെന്ന് നരകത്തിന്റെ അടിത്തട്ടിൽ പതിച്ചിട്ട് 70 വർഷമായെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നോക്കേ 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു കല്ല് ഇപ്പോഴാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയത് എന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ നരകത്തിന്റെ ആഴം എന്താ? വീണ്ടും
ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ, എല്ലാ ദിവസങ്ങളും കാണാറില്ലേ സൂര്യനും ചന്ദ്രനും? ആ ചന്ദ്രനെയും സൂര്യനെയും നരകത്തിൽ വീണുപോയാൽ ഏത് അവസ്ഥയിലാണ് മനുഷ്യൻ കാണുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സുന്ദരമായി വിശദീകരിക്കുകയാ. നരകത്തിന്റെ കടുപ്പം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാചകൻ പറയാ അന്നശംസ വൽ ഖമറ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ, അല്ലാഹുവേ അത് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് ഒരു കന്നുകാലിയുടെ വലിപ്പത്തിലാണ് മനുഷ്യൻ കാണുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, എത്രയോ വലിപ്പമുള്ളതാ സൂര്യൻ, എത്രയോ വലിപ്പമുള്ളതാ ചന്ദ്രൻ. അത് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിഞ്ഞാൽ ഒരു മനുഷ്യൻ ദുനിയാവിലെ ഒരു കന്നുകാലി ഉണ്ടല്ലോ, നാൽക്കാലി മൃഗമുണ്ടല്ലോ, അതിന്റെ വലിപ്പത്തിലാണ് സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊരു മായാവി കഥയല്ല, ഇതൊരു കെട്ടുകഥയല്ല. അല്ലാഹുവേ, നരകമുണ്ട് പ്രിയപ്പെട്ടവരെ. ഖുർആൻ പറഞ്ഞതാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ. ഇനി ആര് പറഞ്ഞാലും ഉസ്താദുമാരെല്ലാം പൊട്ടന്മാരാണ്, ഈ കാലഘട്ടത്തിലും മായാവി കഥകൾ പറയാണോ എന്ന് പറഞ്ഞാലും നമ്മുടെ ഈമാൻ കോട്ടം വരല്ലേ? ഖിയാമത്ത് നാൾ വരെ ശരീരത്തിൽ റൂഹുള്ളത് വരെ നരകത്തെ കുറിച്ചുള്ള വിശ്വാസം വേണേ. നരകത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ആ നരകത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നരകത്തിന്റെ വലിപ്പവും ആഴവും. ഇനി നരകത്തിന്റെ ഭക്ഷണമുണ്ട്, മനസ്സിലാക്കണം. നരകത്തിന്റെ ഭക്ഷണം, ദുനിയാവിലെ ഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കാറുണ്ട്. ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ കല്യാണ പെണ്ണിനെ കണ്ടില്ലേലും കല്യാണ ചെക്കനെ കണ്ടില്ലേലും ഭക്ഷണം കഴിക്കാൻ ആദ്യം നമ്മൾ ഉണ്ടാകും. ഇനിയിപ്പം നെറ്റി പൊട്ടിയാൽ എന്താ, കൈ ഒടിഞ്ഞാൽ എന്താ, കാൽ ഒടിഞ്ഞാൽ എന്താ, ഭക്ഷണം കഴിക്കല് നമുക്കൊരു വലിയ ബാധ്യതയായി മാറും. നമ്മുടെ ഒരു ജീവിത ശൈലിയാണ് ഭക്ഷണം കഴിക്കുക എന്നത്. നരകത്തിന് ഭക്ഷണമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. കേൾക്കണ്ടേ? നരകത്തിന്റെ ഭക്ഷണം എന്താണെന്ന് കേൾക്കണ്ടേ? അല്ലാഹുവിന്റെ ഖുർആനിക ആയത്തുകളാണ് പഠിപ്പിക്കുന്നത്. നരകീയ ഭക്ഷണമുണ്ട് പ്രിയപ്പെട്ടവരെ, നരകത്തിനൊരു ഭക്ഷണമുണ്ട്. ഒന്നാമത് അല്ലാഹു നരകീയ ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ലൈസ ലഹും താമുൻ ഇല്ലാ മിൻ ളരീ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ ഭക്ഷണമായി അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ലരീ എന്ന് പറഞ്ഞ ഭക്ഷണമാണ് നരകവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്നത്. എന്താ ലരീ? കോംപ്ലാനാണോ, ബൂസ്റ്റാണോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാ, അത് കോംപ്ലാനല്ല, ബൂസ്റ്റ് അല്ല, അത് എനർജി പൗഡർ അല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. വിശപ്പിനതൊരു പരിഹാരമല്ല, അത് ആരോഗ്യം തരുന്നതല്ല, സൗന്ദര്യം തരുന്നതല്ല, ശരീരത്തിന് ബലം തരുന്നതല്ല. അല്ലാഹുവേ, ലരീ എന്ന് പറഞ്ഞ നരകത്തിന്റെ ഒരു ഭക്ഷണമാ. ആ മനുഷ്യൻ അങ്ങോട്ട് ലരീ കഴിക്കുമ്പോ അവന്റെ ആമാശയങ്ങളിൽ മുള്ളുകൾ തറയ്ക്കുകയാ. അല്ലാഹുവേ, എന്തൊരു ചൂടാ ലരീ എന്ന് പറഞ്ഞാൽ. അവന്റെ ആമാശയങ്ങൾ ഇങ്ങനെ വെന്തുരുകുകയാ. അല്ലാ, ഞങ്ങൾക്ക് നീ നരകീയ ഭക്ഷണത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നരകീയ ഭക്ഷണമുണ്ട് ഉപ്പാ, അത് സഖൂമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അത് നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരുന്ന ഒരു ഭക്ഷണമാ. അല്ലാഹു പറഞ്ഞു വെക്കുകയാ, അന്ന ശജറത്ത താമുൽ ലസീ, വേദനയുള്ള ഭക്ഷണമാ ഉപ്പാ. അല്ലാഹുവേ, നരകീയ വാസികൾക്ക് അല്ലാഹു കൊടുക്കുകയാ. അല്ലാഹുവേ, എന്നിട്ടാ നരകീയ ഭക്ഷണത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? കൽമുഹലി യവലി ഫിൽ ബുത്തൂൻ. അല്ലാഹുവേ, സഖൂം അങ്ങോട്ട് കൊടുക്കുകയാ. മലക്കുകൾ പ്രഹരിക്കുകയാ, തിന്നടാ മനുഷ്യ, തിന്നുപോലെ സഖൂം തരുകയാ. അല്ലാഹുവേ, ആ സഖൂം അങ്ങോട്ട് ആ മനുഷ്യൻ ഭക്ഷിക്കുമ്പോൾ അവന്റെ ആമാശയമുണ്ടല്ലോ, അത് വെന്ത് പൊള്ളുകയാ. അല്ലാഹുവേ, ചൂടുള്ള എണ്ണ തിളച്ചാലുണ്ടല്ലോ, നമ്മൾ കാണാറില്ലേ, പർവ്വതങ്ങൾ ഇങ്ങനെ കത്തി ഒലിക്കാറില്ലേ? അതുപോലത്തെ ഒരു ദ്രാവകമാ, അതുപോലത്തെ ഒരു ഭക്ഷണമാ. മനുഷ്യന്റെ ആമാശയത്തിലേക്ക് ചെന്നാ അവന്റെ വൻകുടലും ചെറിയ കുടലുമല്ല അവന്റെ പിന്താരത്തിലൂടെ ഒലിച്ചു പോകുമെന്ന് ആദരവായ പ്രവാചകന്റെ വാചകത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു. അല്ലാഹു കൊടുക്കുന്നു സഖൂം. ഒന്നാമത് അല്ലാഹു പറഞ്ഞ നരകീയ ഭക്ഷണം എന്താണ്? വരീ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു സഖൂം, വീണ്ടും കൊടുക്കുക. മൂന്നാമത്തെ ശിക്ഷ, മൂന്നാമത്തെ നരകീയ ഭക്ഷണം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്. മൂന്നാമത്തെ നരകീയ ഭക്ഷണം പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടവരെ.
ആർക്കാണ് ഈ ഭക്ഷണം അല്ലാഹു നൽകുന്നതെന്നറിയോ? അല്ലാഹുവേ സൂക്ഷിക്കണേ, അല്ലാഹുവേ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ, യതീമക്കളുടെ സമ്പാദ്യമുണ്ടല്ലോ, യതീമക്കളുടെ പേര് പറഞ്ഞ് അവരുടെ പേരിൽ സമ്പാദ്യങ്ങൾ കൈപ്പറ്റിയവരെ സൂക്ഷിക്കണേ. യതീമക്കളുടെ സമ്പാദ്യം അത് അനാവശ്യമായി തിന്നാൽ, അർഹതയില്ലാതെ തിന്നാൽ വിടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു കൊടുക്കുന്ന നരകീയ ശിക്ഷ എന്താ? അല്ലാഹുവേ, ആ മനുഷ്യനുണ്ടല്ലോ നരകീയ തീ ഭക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യതീമക്കളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ കൈയിട്ട് വാരരുതേ. പ്രിയപ്പെട്ടവരെ, യതീമക്കളെ സംരക്ഷിക്കണേ. യതീമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേ. യതീമക്കളെ സംരക്ഷിക്കുന്നവന് വലിയ സ്ഥാനമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, സഹാബാ, യതീമക്കളെ സഹായിക്കുന്നവരുണ്ടല്ലോ, സാധുവായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ചവരുണ്ടല്ലോ, യതീമിനെ സംരക്ഷിച്ചവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അവരും ഞാനും ഇതുപോലെയാണ് രണ്ട് വിരലുകൾ ചേർത്തിട്ട്. പ്രവാചകൻ പറഞ്ഞു, ഇതുപോലെ അടുത്തിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ യതീമക്കളെ സഹായിക്കണേ, യതീമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേ, വലിയ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, യതീമക്കൾ നിസ്സാരക്കാരല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോടും നിങ്ങളോടും പറഞ്ഞതെന്താ? സ്വന്തം മക്കളെ താലോലിക്കാൻ പാടില്ല. യതീമക്കളുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം മക്കളെ താലോലിക്കാൻ പാടില്ല. വാപ്പയില്ലാതെ വിഷമിക്കുന്ന പൊന്നോമന മക്കളുണ്ടല്ലോ, വാപ്പയുടെ സ്നേഹം കിട്ടാൽ പൊന്നോമന മക്കളുണ്ടല്ലോ, അവരുടെ മുന്നിൽ വെച്ച് നിന്റെ പൊന്നോമന മക്കൾക്ക് ചുംബനം കൊടുക്കല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മാനവികതയുടെ പ്രവാചകനല്ലേ. ആര് കള്ളനെന്ന് പറഞ്ഞാൽ, ആര് പ്രവാചകനെ മോശപ്പെടുത്തിയാൽ, ആര് പ്രവാചകനെ കളിയാക്കിയാൽ, ആ പ്രവാചകൻ ഈ ലോകത്തിനോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ മാനവികതയാ. യതീമക്കളെ നിങ്ങൾ പരിഗണിക്കണേ. യതീമക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കൾക്ക് നിങ്ങൾ ചുംബനം കൊടുക്കല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പുരുഷന്മാരുടെ ഇടയിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കണം. അതിലുപരി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ തരുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ ആദ്യമായാണ് നിങ്ങളെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദഖ ചെയ്യുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സംഭാവന, ഇത് കഴിയാത്തവരായിട്ട് ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ കൊടുക്കുന്നവർക്ക് അല്ലാഹു 1000ന്റെ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി ആരാ കൈവക്കുന്നത്? ഞാനൊരു 1000 രൂപ ഈ പൊന്നോമന മക്കൾ നടത്തുന്ന ഈ സദസ്സിന് കൊടുക്കാം അല്ലാഹ് എന്ന് ആരാധ്യം. അല്ലാഹുവേ, പടച്ചവനെ, ആ സഹോദരനെ സ്വീകരിക്കണേ അല്ലാഹ്. ശഅബാനിന്റെ രാത്രിയാണല്ലോ അല്ലാഹ്. ആ സഹോദരന് റബ്ബേ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങൾ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാഹ്. നരകീയ ഭക്ഷണത്തിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്ന് അല്ലാഹുവേ, അവിടെ ഒരു സഹോദരൻ സംഘാടകരെ മുന്നോട്ട് ചെയ്യണേ. അല്ലാഹുവേ, ഒരു സഹോദരൻ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. 1000ന്റെ 10 ഇരട്ടി പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരനും കുടുംബത്തിനും സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹംസ എന്ന് പറഞ്ഞ സഹോദരൻ മരിച്ചുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ സംഭാവന അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ പിതാവിന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന് അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാഹ്. സഖൂം കൊടുക്കല്ല റബ്ബേ, വലിയ കൊടുക്കല്ല അല്ലാഹ്, ലവയിലേക്ക് വലിച്ചെറിയല്ല റബ്ബേ. അല്ലാഹുവേ, അവിടെ ഒരു വല്യപ്പ, അല്ലാഹുവേ, ആ പിതാവിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ വരുമാനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സാധുക്കളാണ് റബ്ബേ, ഈ മഹനീയമായ സദസ്സാണ് റബ്ബേ. എന്റെ പൊന്നോമന അനുജന്മാർ അല്ലാഹുവേ കുഞ്ഞുമക്കൾ നടത്തുന്ന സദസ്സാണ് റബ്ബേ. ആ വല്യപ്പാക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ ഉമ്മയ്ക്ക് ദുആ ചെയ്യാൻ 2 ചെറുപ്പക്കാരന്മാർ അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ 5000 രൂപ സംഭാവന. അല്ലാഹുവേ, എത്ര ഭാഗ്യം ചെയ്ത ഉമ്മയാ. ആ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ആ മക്കളെ ഉമ്മാനെ മറന്നിട്ടില്ലല്ലോ, ആ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ 5000ത്തിന് പകരം 5 ലക്ഷം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വർദ്ധനവ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടെ ഒരു പിതാവ് 1000 രൂപ സംഭാവന അല്ലാഹുവേ കബൂലാക്കണേ റബ്ബേ. ആ പിതാവിന് എല്ലാ ഖൈറാത്തുകളും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റസൂലുള്ളാഹിനോടൊപ്പം ചാരത്ത് ഒരുപാട് സമയം ചെലവഴിക്കാൻ ആ പിതാവിന് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.
സംഘാടകർ പോയോ? ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ ഞാൻ ചർച്ച ചെയ്തിട്ട് അവസാനം മതിയോ? അല്ലാഹുവേ, ഒരു സഹോദരൻ 500 രൂപ സംഭാവന കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരിക. എല്ലാവരും ഒന്ന് മുന്നിലോട്ടിരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, സുലൈമാൻ എന്ന് പറഞ്ഞ സഹോദരൻ 3000 രൂപ സംഭാവന അല്ലാഹുവേ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരങ്ങൾക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, മുഹമ്മദ് എന്ന് പറഞ്ഞ സഹോദരൻ 500 രൂപ സംഭാവന, റഫീഖ് 1000 രൂപ സംഭാവന അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹു നമുക്കെല്ലാവർക്കും നരകത്തിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബൈർ മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ 500 രൂപ സംഭാവന അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. മുഹമ്മദ് എന്ന് പറഞ്ഞ സഹോദരൻ 1000 രൂപ സംഭാവന അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സംഘാടകർ അവസാനം അത് എഴുതിക്കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം വായിച്ച് ദുആ ചെയ്യാം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടാൻ വേണ്ടി സദസ്സ് 313 ഒരാൾ സംഭാവന അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 3 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മജീദ് 1000 രൂപ സംഭാവന അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോ. അല്ലാഹു നരകീയ മോചനം നൽകും. ഒന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണോ സഹാബ? ഞാൻ പറഞ്ഞ കുറെ അമൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലാഹുവേ, ഈ കർണാടകയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ളുഹറിന് മുമ്പ് നിങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, ളുഹറിന് ശേഷം നിങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ നിങ്ങളുടെ ശരീരം അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് ളുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കണേ, ളുഹറിന് ശേഷം 4 റക്അത്ത് നിസ്കരിക്കണേ. ഏതൊരാളാണോ ളുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നത്, ളുഹറിന് ശേഷം ഏതൊരാളാണോ 4 റക്അത്ത് നിസ്കരിക്കുന്നത്, അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രണ്ടാമത് വീണ്ടും പ്രവാചകൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാ, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാ. പഠിക്കാൻ എളുപ്പമാണ് ഉമ്മ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് പറയാ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, നരകമോചനം ചോദിക്കണേ, നരകത്തിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതി കൊടുക്കുകയാ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഓതി ചെറുപ്പക്കാരാ, ഓതണേ കുപ്പ, പഠിക്കണേ ഉമ്മ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. ഇത് പഠിക്കാൻ പ്രയാസമുള്ളവർ പറയണേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല അല്ലാ, എന്തൊരു വേദനയാ അല്ലാ, എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല അല്ലാ. ജഹന്നമിലേക്ക് വലിച്ചെറിയല്ല അല്ലാ, ഉത്തമയിലേക്ക് വലിച്ചെറിയല്ല അല്ലാ, സക്കൂൻ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ തരല്ലേ അല്ലാ. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. പറവുപ്പ, ആത്മാർത്ഥമായി പറവുപ്പ, കണ്ണടച്ച് പറവുപ്പ. ഇത് ശഅബാനിന്റെ രാത്രിയാണല്ലോ, ഒന്ന് പറയണേ, നാവിന് ഭാഗ്യം കൊടുക്കണേ. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ, ഇതിന്റെ സംഘാടകരെ വലിച്ചെറിയല്ല അല്ലാ, പൊന്നോമന മക്കളെ വലിച്ചെറിയല്ല അല്ലാ. അല്ലാഹുവേ, ലൈവിൽ അല്ലാഹുവേ പ്രഭാഷണം കേൾക്കുന്നവർ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, അല്ലാഹുവേ, അവർക്ക് നീ നരകമോചനം കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ കുടുംബാദികൾക്ക് നരകമോചനം കൊടുക്കണേ അല്ലാ.
പ്രവാചകൻ അവസാനമായി പറയുകയാ, ഒരു ദിക്ർ കൂടി പറയണേ ഉപ്പ, പഠിച്ചു വെക്കണേ ഉമ്മ, ഈ ദിക്ർ പഠിക്കണേ. നമ്മുടെ പ്രഭാഷണം ലൈവാണല്ലോ, കേട്ടിരുന്നാൽ പഠിക്കാൻ സാധിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, പഠിക്കണേ ഉപ്പ, ഈ ദിക്ർ നിത്യമായി പറഞ്ഞാൽ നരകീയ തീ തൊടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അവിടുന്ന് പ്രവാചകൻ പറയാ, സുബ്ഹാനല്ലാഹ്, പറവുപ്പ സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് എത്രയോ വലിയവനാ, രാജാതിരാജനായ റബ്ബ. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹ്, സമുദ്രത്തിലെ ഓരോ മത്സ്യത്തിനും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹ്, സൂക്ഷ്മ ബാക്ടീരിയകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹ്, എന്റെ ഓരോ കാര്യങ്ങളും നടത്തി തരുന്ന അല്ലാഹ്, എനിക്ക് റിസ്ക് തരുന്ന അല്ലാഹ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറയണം ഉപ്പമാരെ, നരകത്തിൽ നിന്ന് മോചനമാ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറവുപ്പാ, ശഅബാനിന്റെ രാത്രിയാ, മലക്കുകൾ വന്ന സദസാ, മലക്കുകളുള്ള സദസാ. അതുകൊണ്ട് ആത്മാർത്ഥമായി പറ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, നരകമോചനം തരണേ അല്ലാഹ്, നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും നരകം തരല്ലേ അല്ലാഹ്. ഈ ഗല്ലകുടയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ. പരിശുദ്ധമായ റമളാനൊക്കെയാ, എന്നെ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതിലും നമ്മൾ ഈ ഇത്രയും നേരം ചെലവഴിച്ചതിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ച എല്ലാ ന്യൂനതകളും അല്ലാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്.